ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ ആമസോണിൽ നിന്ന് 724 രൂപയ്ക്ക് വാങ്ങിച്ച ലംബോർഗിനി സിയാനാണ് ഗൈസ്. 1/32 സ്കെയിൽ മോഡലാണിത് ഗൈസ്. അപ്പോൾ ഇത് പല വിലയ്ക്കും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ലഭ്യമാണ്. 700 രൂപ തൊട്ട് 1200 രൂപ വരെ ഇതിൻ്റെ വില വരുന്നുണ്ട് ഗൈസ്. വില കൂടുതലും കുറവാണെങ്കിലും സാധനം എല്ലാം സെയിമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ പോയി ലംബോർഗിനി സിയാൻ ഡൈകാസ്റ്റ് മോഡലെന്ന് സെർച്ച് ചെയ്താൽ ഇതാദ്യം തന്നെ ഇത് വരും. ഓക്കെ, പിന്നെ കുറച്ചുകൂടെ സെർച്ച് ചെയ്യണമെങ്കിൽ 700 രൂപയ്ക്കുള്ളത് കിട്ടും. അപ്പോൾ നമ്മൾ 700 രൂപയ്ക്കുള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത് ഗൈസ്. അപ്പോൾ നമുക്കിനി ഇത് ഡീറ്റെയിലായിട്ട് നോക്കാം. ഇത് ഫുൾ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള മോഡലാണ് നമ്മുടെ ലംബോർഗിനി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം ഗൈസ്. ലംബോർഗിനി സിയാൻ എങ്ങനെ ഇരിക്കുന്നോ അതേ രീതിയിലാണ് അവർ ഫുൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ആയാലും അതേപോലെ തന്നെ ഇതാ ഹെഡ്ലൈറ്റ്സ് എല്ലാം യഥാർത്ഥ സിയാൻ എങ്ങനെയാണ് അതേപോലെയാണ്. പിന്നെ വേറൊരു കാര്യം, ഇതാ ഇവിടെ ചെറിയൊരു ലോഗോ എടുത്തിട്ടുണ്ട്. ലംബോർഗിനി അല്ല, പക്ഷേ ആ ഷേപ്പല്ല ലംബോർഗിനിയുടെ. അകത്ത് നമ്മുടെ കുതിരയുടെ പടമാണ് വരുന്നത്. അത് ഫെറാറിയുടെയാണ്. അതത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും ഒരു ലോഗോ പെട്ടെന്ന് കണ്ടാൽ നമുക്ക് ലംബോർഗിനി ലോഗോ എന്നേ തോന്നുള്ളൂ. അങ്ങനെ ലോഗോ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ലംബോർഗിനിലെല്ലാം കാണുന്ന ഗ്രില്ല്, അതും ഗ്രില്ലുമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വേറൊരു ഡീറ്റെയിലിംഗ് നമ്മുടെ ബോണറ്റാണ്. ബോണറ്റല്ല, നമ്മളെ ലംബോർഗിനിയിൽ ഫ്രണ്ടിൽ ഡിക്കിയാണ് വരുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വച്ചയക്കുന്ന പോലെ അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി അടുത്ത് സൈഡ് വ്യൂ നോക്കാം. അതായത് സൈഡ് വ്യൂവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ അലോയ് വീൽസാണ്. നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് തോന്നിയത്. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു റെഡ് കളർ എലമെൻ്റൊക്കെ കാണാം. അതെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മളെ വണ്ടിയെ. പിന്നെ സൈഡിൽ നമ്മൾ ലംബോർഗിനിയുടെ ബോഡി കട്ടിങ്സും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ വന്ന് നമ്മുടെ ഈ സ്ഥലം പൊങ്ങിയിരിക്കുന്ന ആ ഭാഗമാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഗൈസ്. പിന്നെ നമ്മുടെ വണ്ടിയിൽ ബാറ്ററി ഇട്ടാൽ നമ്മൾ ലൈറ്റൊക്കെ എത്തും. അത് ഞാൻ അവസാനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഡോറ് തുറക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഹോണും പിന്നെ ഒരു ലൈറ്റും കൂടെ കത്തും ഗൈസ്. ഡോറ് പതുക്കെ തുറക്കാം. ഡോറ് തുറക്കാൻ കുറച്ച് പാടാണ് കണ്ടോ ഗൈസ്. അത് തുറക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റ് ഹോണും കൂടെ കേട്ടിട്ട് അവസാനം ഈ ലോക്കാവുന്ന പോലത്തെ ഒരു സൗണ്ടാണ്. ഓക്കെ ഗൈസ്, ഇനി നിങ്ങൾക്ക് ഞാൻ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഓക്കെ, ഇൻറ്റീരിയറും അത്യാവശ്യം ഡീറ്റെയിൽഡ് ആണ്. സ്റ്റിയറിംഗ് എല്ലാം നമ്മുടെ റിയൽ ലംബോർഗിനിയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഡാഷ്ബോർഡെല്ലാം കുഴപ്പമില്ല, അങ്ങനെ ഫുള്ള് അതേപോലെ ചെയ്യാൻ പറ്റില്ല. ഏകദേശം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ ആണെങ്കിലും എല്ലാം റിയലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതാ സീറ്റ്സും എല്ലാ സ്പോർട്സ് കാറിലും കണ്ടുവരുന്ന സീറ്റ്സ് തന്നെയാണ്. അതെല്ലാം അത്യാവശ്യം ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറും കൊള്ളാം ഗൈസ്. നമ്മളിത് വെച്ച് സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമുക്ക് റൂഫിൽ നോക്കുകയാണെങ്കിൽ റൂഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എലിമെൻറ്റ് നമ്മുടെ ഈ ഇറ്റലിയുടെ ഫ്ലാഗാണ്. ഓക്കെ, 2 സ്ഥലത്ത് ഇറ്റലിയുടെ ഫ്ലാഗ് വന്നിട്ടുണ്ട്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ഒരു ചെറിയ സൺറൂഫ് പോലത്തെ സാധനം കാണാം. അതിൻ്റെ അകത്തൂടെ നമുക്ക് ഇൻറ്റീരിയർ കുറച്ചുകൂടെ കാണാം ഗൈസ്. പിന്നെ ഇതാണ് ബാക്കിൻ്റെ ലുക്ക്. ബാക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്കിൽ ഇത് ബ്രേക്ക് ലാമ്പ്സ് വരുന്നുണ്ട്. പിന്നെ 2 എക്സോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അവരിത് ലംബോർഗിനി എന്നത് ഇവിടെ പ്രിൻ്റ് വരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല ഡീറ്റെയിലിംഗ് ആണ്. ഓക്കെ, പിന്നെ നമുക്കിനി ഉള്ളത് എൻജിനാണ്. നമുക്കിപ്പോൾ എൻജിൻ തുറക്കാം. എൻജിൻ നമുക്കിവിടെ ഇട്ട് തുറക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് എൻജിൻ. അപ്പോൾ എൻജിൻ റൂമും തുറക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ 63 എന്നൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് വെറുതെ കുറച്ചയക്കുന്നതാണ്.
ഇതിപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഓവറോളായിട്ട് നോക്കുമ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് വണ്ടി വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിയുടെ കാര്യം പറയാം. ഇതിപ്പോൾ ബാറ്ററി ഇവിടെയാണ് ബാറ്ററി ഇടേണ്ടത്. ഇവിടെ നമ്മൾ 3 ബാറ്ററി ആണ് ഇടേണ്ടത്. ഇതുവഴിയാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ, വേറെ ഇവിടെ നമ്മളെ വേറെ പാർട്സിൻ്റെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ അടിഭാഗത്തൊന്നുമില്ല. പിന്നെ ടയർ ഫുള്ളായിട്ട് റബ്ബറാണ്. അലോയ് വീല് മെറ്റലാണ്. ബോഡി ഫുൾ മെറ്റലാണ്. ഓക്കെ, അപ്പോൾ ഇനി എനിക്കിഷ്ടപ്പെട്ട വേറൊരു ഫീച്ചറാണ്. നമ്മളിപ്പോൾ ഒന്നീ ഫ്രണ്ടിലെ ബാക്കിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റും പിന്നെ സ്റ്റാർട്ടാവുന്ന പോലത്തെ സൗണ്ടും വരും. അതാണ് ബാറ്ററി ഇട്ടേക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ബാറ്ററി ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പോൾ അതാണ് ആ ഫീച്ചർ. പിന്നെ ബാക്കിലും ബ്രേക്ക് ലാമ്പ് അതിനോടൊപ്പം കത്തുന്നതാണ്. ഇപ്പോൾ ബാക്കിൽ അമർത്തിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ബ്രേക്ക് ലൈറ്റ്സ് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് വെച്ചേക്കുന്നത്. ഓക്കെ, അത് നല്ല ഭംഗിയുണ്ട്. യഥാർത്ഥ വണ്ടി ഇതുപോലെയാണ്. ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമാണത്. ഓക്കെ അപ്പോൾ ഇന്നത്തെ ഡീറ്റെയിലിംഗ് ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളൊന്ന് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്ക് ഒന്ന് കണ്ടു പോവാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ 700 രൂപയ്ക്ക് നല്ല വണ്ടിയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്കത് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലൊക്കെ നല്ല ഓപ്ഷനാണ്. ഞങ്ങൾക്ക് നേരെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ പോയി വേറെയും ചില വെബ്സൈറ്റുകളിൽ ഇത് അവൈലബിൾ ആണ്. പിന്നെ ഗ്രീൻ കളർ മാത്രമല്ല, വേറെ ബ്ലൂ, റെഡ് അങ്ങനെ എല്ലാ കളറും ഇതിന് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ വേറൊരു മോഡൽ, അതായത് ലംബോർഗിനി സെൻറ്റനൈരിയോ എന്ന് പറയുന്നൊരു മോഡലും അവൈലബിൾ ആണ്. അത് 500 രൂപ തൊട്ട് 1000 രൂപ വരെയാണ് അതിൻ്റെ വില. അതും സൈസൊക്കെ ഏകദേശം സെയിം ആണ്, മോഡൽ വ്യത്യാസമൊന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മുടെ അടുത്ത ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ അടുത്ത അൺബോക്സിങ് എന്ന് പറയുന്ന ഒരു റോൾസ് റോയ്സ് ഫാൻറ്റത്തിൻ്റെ ആയിരിക്കും. ഓക്കെ അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുക. അത് നമ്മൾ 800 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും വണ്ടിയെ പറ്റി എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ഇട്ടിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേര് അഭിനവ് സൈനിങ് ഓഫ്.